എല്ലാവർക്കും ദശാവതാര കഥകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂർമാവതാരത്തിലേക്ക് കടക്കുകയാണ്. ഭഗവത് കഥാമൃതം ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു പ്രാർത്ഥന. സർവജഗത്തിനും നാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെ, അങ്ങയുടെ ഈ കഥാമൃതം കേൾക്കുന്ന ഭക്തന് അങ്ങയുടെ അനുഗ്രഹവും കൃപയും എപ്പോഴും ഉണ്ടാകണമേ. നിങ്ങളുടെ ഹൃദയം ഭക്തിയാൽ നിറഞ്ഞതാണെങ്കിൽ താഴെ കമന്റിൽ ഓം നമോ നാരായണ എന്ന് തീർച്ചയായും എഴുതൂ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഭഗവാന്റെ കഥാമൃതം തുടർന്നും കേൾക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്യൂ. പരമാനന്ദ സ്വരൂപനായ ഭഗവാന്റെ ആനന്ദപൂർണമായ ഇന്നത്തെ കഥായാത്ര നമുക്ക് ആരംഭിക്കാം. പണ്ടൊരിക്കൽ ഭാരതഭൂമിയിൽ പര്യടനം നടത്തിയിരുന്ന വിദ്യാധരികൾ ദുർവാസാവ് മഹർഷിയെ കണ്ടു തൊഴുതു. അവർ പുതുപൂക്കളുടെ സുഗന്ധമുള്ള ഒരു മാല മഹർഷിക്ക് സമ്മാനിച്ചു. മാല സ്വീകരിച്ച വിദ്യാധരികളെ അനുഗ്രഹിച്ചയച്ച ശേഷം മഹർഷി ചിന്തിച്ചു, മനോഹരമായ ഈ മാല മഹാദേവനോ മഹാവിഷ്ണുവിനോ ബ്രഹ്മദേവനോ നൽകിയാൽ ഉടനെ അറുത്തുമുറിച്ച് കഷ്ണങ്ങളാക്കും. എന്നാൽ ദിക്പാലന്മാരിൽ ആർക്കെങ്കിലും നൽകാം. ദുർവാസാവ് ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുമ്പോൾ ഐരാവതത്തിന്റെ പുറത്ത് കയറി വരുന്ന ഇന്ദ്രനെ കണ്ടു. മഹർഷി ഉടനെ തന്നെ ഇന്ദ്രന് ആ മാല സമ്മാനിച്ചു. ഇന്ദ്രൻ അത് ശിരസിലണിയാൻ ഒരുങ്ങി. അതിനു മുമ്പായി തലമുടി അഴിച്ചൊന്ന് കെട്ടണം. ഐരാവതത്തിന്റെ മസ്തകത്തിൽ മാല വെച്ചിട്ട് തലമുടി അഴിച്ച് വിരലുകൾ കൊണ്ട് ഉടക്ക് മാറ്റാൻ ശ്രമിച്ചു. പൂമാലയുടെ ദിവ്യ സുഗന്ധം 4 ദിശകളിലേക്കും പരന്നത് കാരണം വണ്ടുകൾ കൂട്ടമിട്ടാർത്ത് പറന്നു നടന്നു. ഐരാവതത്തിന് ആ വണ്ടുകൾ ഒരു ശല്യമായി മാറിയതിനാൽ ആന ഉടനെ തന്നെ മാല തറയിലെടുത്തിട്ട് ചവിട്ടിപ്പിടിച്ചു. ദുർവാസാവ് അത് കണ്ട് കോപാകുലനായി. നീയും ഇന്ദ്രാണിയും ദേവന്മാരുമെല്ലാം വിരൂപികളും വൃദ്ധന്മാരുമായി പോകട്ടെ എന്ന് മുനി ഇന്ദ്രനെ ശപിച്ചു. ഇന്ദ്രൻ അറിയാതെ സംഭവിച്ചു പോയ അപരാധമാണിതെന്നും ക്ഷമിക്കണമെന്നും അപേക്ഷിച്ച് മഹർഷിയുടെ കാൽക്കൽ വീണു. പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് കഴിച്ചാൽ ജരാനരകളും മരണവും ഉണ്ടാവുകയില്ല എന്ന് മഹർഷി ശാപമോക്ഷം നൽകി. വൃദ്ധരായിരിക്കുന്ന ദേവന്മാർക്ക് പാലാഴി കടയാൻ എങ്ങനെ സാധിക്കും? അവർ ബ്രഹ്മാവിനെ സമീപിച്ചു. തങ്ങളുടെ സങ്കടം ഉണർത്തിച്ചു. ബ്രഹ്മദേവൻ ദേവന്മാരെയും കൂട്ടി മഹാദേവന്റെ സന്നിധിയിലെത്തി. മഹാവിഷ്ണുവിന്റെ സഹായം കൊണ്ടേ കാര്യം നടക്കുമെന്നായി മഹാദേവൻ. അങ്ങനെ അവരെല്ലാം ചേർന്ന് ദുഃഖമകറ്റാനായി വൈകുണ്ഠനാഥനെ സമീപിച്ചു. ദേവകളുടെ സ്തുതി കേട്ട് സന്തുഷ്ടനായ മഹാവിഷ്ണു പ്രത്യക്ഷനായി. ദേവന്മാരുടെ സങ്കടം കണ്ട് മഹാവിഷ്ണു ത്രിമൂർത്തികളുടെ ഐക്യം തന്നിലാണെന്ന് ദേവന്മാർക്ക് കാണിച്ചു കൊടുത്തു. ബ്രഹ്മാവും മഹേശ്വരും മഹാവിഷ്ണുവും ഒന്നാണെന്ന് കണ്ട് അതിശയം പൂണ്ട ദേവന്മാർ സർവകാരണനായ ഭഗവാനെ വാഴ്ത്തി. അവർ നോക്കി നിൽക്കെ തന്നെ 3 മൂർത്തികളും വേർപിരിഞ്ഞു മാറി. തുടർന്ന് അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായ ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു, പാൽക്കടൽ കടയാനുള്ള ഉപകരണങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെ സമ്പാദിക്കണം. ശത്രുക്കളായ അസുരന്മാരെ കൂടി കൂട്ടണം. വാസുകിയെ കയറാക്കി മന്ദരപർവ്വതത്തെ കടകോലാക്കി ഔഷധികളെല്ലാം പാൽക്കടലിലിട്ട് കടഞ്ഞാൽ അമൃതം കിട്ടും. അത് ഭുജിച്ചാൽ ജരാനരകൾ അകലുമെന്ന് മാത്രമല്ല മരണം ഉണ്ടാവുകയുമില്ല. മന്ദരപർവ്വതത്തെയും വാസുകിയെയും ഇവിടെ എത്തിക്കണം. ആദ്യം വൈരം മറന്ന് അസുരന്മാരെ കൂട്ടിക്കൊണ്ടുവരണം. ത്രിമൂർത്തികളുടെ ഉപദേശങ്ങൾ ഇന്ദ്രാദി ദേവന്മാർ അക്ഷരം പ്രതി പാലിക്കാമെന്ന് ഉറപ്പു പറഞ്ഞു. വിഷ്ണുദൂതന്മാർ അസുരസഭയിലെത്തി സന്ദേശമറിയിച്ചു. അസുരന്മാർ വിഷ്ണുദൂതന്മാരുടെ അഭ്യർത്ഥന നിരസിച്ചു. ആ വിവരമറിഞ്ഞ മഹാവിഷ്ണു ശ്രീ മഹാദേവനെ നോക്കി. ഭഗവാൻ ശങ്കരൻ അടുത്തു നിന്നിരുന്ന ഭൂതത്താനോട് അസുരന്മാരെ കൂട്ടിക്കൊണ്ടുവരാൻ കൽപ്പിച്ചു. ഭൂതത്തന്മാരെ കണ്ട മാത്രയിൽ തന്നെ അസുരന്മാർ ശ്രീ പരമേശ്വരന്റെ മുന്നിലേക്ക് യാത്ര തിരിച്ചു. ആയുധപാണികളായി ശ്രീ മഹാദേവന്റെ അടുക്കലെത്തിയ അസുരന്മാർ ഭഗവാനെ തൊഴുതു വണങ്ങി. ദേവന്മാരുടെ ദയനീയാവസ്ഥ കണ്ട് അസുരന്മാർ ആർത്തു പൊട്ടിച്ചിരിച്ചു. മന്ദരപർവ്വതത്തെ തൂക്കിക്കൊണ്ടുവരാൻ കരുത്തരായ ഭൂതങ്ങളെ നിയോഗിച്ചു. അവർ ഗ്രീന്തനെ അല്പദൂരം കൊണ്ടുവന്നിട്ട് സ്വന്തം ദുർബലത മനസ്സിലാക്കി മടങ്ങി വന്നു. തുടർന്ന് മഹാവിഷ്ണു അനന്തനെ അക്കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു. അനന്തൻ മന്ദരപർവ്വതത്തെ ഒരു പണത്തിൽ എടുത്തുകൊണ്ടുവന്ന് മാധവപാദാന്തകത്തിൽ വെച്ചു. മഹാവിഷ്ണു വാസുകിയെ കൊണ്ടുവരാൻ ഗരുഡനെ നിയോഗിച്ചു. ഗരുഡൻ വാസുകിയെ കണ്ട് വിവരം അറിയിച്ചു. തന്നെ കൊണ്ടുപോയിക്കൊള്ളുവാൻ വാസുകി സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഗരുഡന് വാസുകിയെ ഭൂമിയിൽ നിന്ന് ഉയർത്താൻ കഴിഞ്ഞില്ല. ഈ നീളമേറിയ സർപ്പത്തെ വഹിക്കാൻ തനിക്കാവില്ലെന്ന് ബോധ്യം വന്ന ഗരുഡൻ നിരാശനായി. ഇത് കണ്ട ശ്രീശങ്കരൻ കൈമാടി വിളിച്ചപ്പോൾ ഭഗവാന്റെ കരതാരിൽ ഒരു വളയായി വാസുകി വന്നെത്തി. ഈ വിധം പാലാഴി മദനത്തിന് വേണ്ടുന്ന സാമഗ്രികളെല്ലാം ഒത്തുകൂടിയപ്പോൾ ഇനി വൈകിക്കേണ്ട എന്ന് പറഞ്ഞ ദേവന്മാരെ കൂട്ടി മഹാവിഷ്ണു സർപ്പത്തിന്റെ തലക്കിൽ പിടിച്ചുകൊണ്ട് നിന്നു. ഉടനെ അസുരന്മാർ കൂടി ആലോചിച്ചു. തങ്ങളെ അപമാനിക്കാനാണ് വാലിൽ പിടിക്കാൻ പറഞ്ഞതെന്നും തങ്ങൾ തലഭാഗം മാത്രമേ പിടിക്കൂ എന്നും അവർ ശാഠ്യം പിടിച്ചു. ദേവകൾ വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങി. തലഭാഗം തന്നെ അസുരന്മാർക്ക് വിട്ടുകൊടുത്തു. അസുരന്മാർ ആർത്തട്ടഹസിച്ചുകൊണ്ട് കടയാൻ തുടങ്ങി.
മന്ദരപർവ്വതത്തെ ചുറ്റിയിരുന്ന വാസുകിയുടെ വാലും തലയും വലിച്ചുകൊണ്ടുള്ള അയച്ചുകൊണ്ടും ദേവന്മാരും അസുരന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തുടർന്നു. പെട്ടെന്ന് ദിഗന്ധങ്ങളിൽ മുഴങ്ങിക്കേട്ട ഭയങ്കര ശബ്ദത്തോടെ വാസുകിയുടെ ബന്ധനമഴിഞ്ഞ മന്ദരപർവ്വതം മെല്ലെ മെല്ലെ താണുപോകാൻ തുടങ്ങി. എല്ലാവരും ഇനി എന്തു ചെയ്യണമെന്ന ആലോചനയിലായി. ഇത് കണ്ട ദേവന്മാരും സജ്ജനങ്ങളും മുനിമാരുമെല്ലാം അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായകനായ മഹാവിഷ്ണു ഭഗവാനെ ഭയത്തോടെ സ്തുതിച്ചു. ഉടനെ തന്നെ മഹാവിഷ്ണു ഒരു ആമയായി അവതരിക്കുകയും മന്ദരപർവ്വതത്തിനടിയിൽ കടന്നു ചെന്ന് അതിനെ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്തു. ഇതെന്തേ പർവ്വതം ഇത്ര കൂടുതൽ ഉയർന്നു വരാൻ കാരണമെന്ന് എല്ലാവരും ചിന്തിച്ചു നിന്നുപോയി. അപ്പോൾ ഭഗവാൻ മഹാവിഷ്ണു ഒരു വലിയ പക്ഷിയുടെ രൂപം ധരിച്ച് പർവ്വതത്തിന്റെ മുകളിൽ പറന്നു വന്നിരുന്നു. അപ്പോൾ തന്നെ ദേവന്മാരുടെ കൂട്ടത്തിലും ബ്രഹ്മാവിന്റെയും മഹേശന്റെയും മധ്യത്തിലും മഹാവിഷ്ണുവിനെ കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. വീണ്ടും പാലാഴി മഥനം ആരംഭിച്ചു. ദേവന്മാരും അസുരന്മാരും കൂടുതൽ വീറോടെ കടയാൻ തുടങ്ങി. വാസുകി വിവശയായി. ആ സർപ്പത്തിന്റെ വായിൽ നിന്നും വിഷമമിക്കാൻ തുടങ്ങി. മഹാവിഷ്ണു വേഗം ശ്രീ പരമേശ്വരനെ സമീപിച്ചു പറഞ്ഞു, ഈ വിഷത്തിന്റെ ജ്വാലയേറ്റ 3 ലോകങ്ങളും ഇപ്പോൾ ഭസ്മമാകും. അതിനു മുമ്പ് എന്താണ് വേണ്ടതെന്ന് അങ്ങ് ചിന്തിക്കണം. ശ്രീ മഹാദേവൻ അരുളി ചെയ്തു, ആരും വിഷമിക്കേണ്ട, ഈ വിഷം മുഴുവൻ ഞാൻ തന്നെ സേവിക്കുന്നുണ്ട്. തുടർന്ന് ശ്രീ മഹാദേവൻ ആ വിഷത്തെ കൈക്കുമ്പിളിലാക്കി സേവിച്ചു. തനിക്ക് വൈധവ്യം സംഭവിച്ചേക്കുമോ എന്ന് പേടിച്ച് ശ്രീ പാർവതി മന്ത്രാക്ഷരങ്ങൾ ജപിച്ചുകൊണ്ട് വിഷം ആമാശയത്തിലേക്ക് എത്താതിരിക്കാൻ ഖണ്ഡനാളത്തിൽ അമർത്തിപ്പിടിച്ചു. ഉള്ളിലേക്ക് പോകാതായ വിഷം വായിലൂടെ പുറത്തേക്ക് വരുമെന്ന് കണ്ട മഹാവിഷ്ണു ശ്രീ പരമേശ്വരന്റെ വായ അടച്ചു പിടിച്ചു. അതോടെ വിഷം കണ്ടത്തിൽ ഉറച്ച് 3 നീലവരകളായി കാണപ്പെട്ടു. ദേവന്മാർ ഭഗവാനെ നീലകണ്ഠൻ എന്ന പേർ ചൊല്ലി വിളിച്ചു. വിഷം കണ്ടതോടെ നിർത്തിവെച്ച പാലാഴി മഥനം വീണ്ടും ആരംഭിച്ചു. അപ്പോൾ പാലാഴിയിൽ നിന്ന് കാമധേനു, കുതിര, ചന്ദ്രൻ, കൗസ്തുഭരത്നം, ഐരാവതം, പാരിജാതം, അപ്സരസ്സുകൾ എന്നിവ മുറയ്ക്ക് ഉയർന്നു വന്നു. യാഗാദി കർമ്മങ്ങൾക്ക് വേണ്ടി മഹർഷിമാർ കാമധേനുവിനെ സ്വീകരിച്ചു. ആനയും കുതിരയും ഇന്ദ്രൻ സ്വന്തമാക്കി. പാരിജാതത്തെയും അപ്സരസ്സുകളെയും ദേവന്മാർ പൊതുസ്വത്താക്കി കൈവശപ്പെടുത്തി. ശ്രീ മഹാദേവൻ ചന്ദ്രക്കലയെ ശിരസിലെടുത്തണിഞ്ഞു. കൗസ്തുഭരത്നം മഹാവിഷ്ണു മാറിലണിയാൻ അടുത്തു. അപ്പോൾ ക്രൂരശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് വികൃതരൂപിണിയായ ജ്യേഷ്ഠ നിസ്സഹായായി പൊങ്ങി വന്നു. ആടുകളെ കെട്ടുന്ന ആല, പുലരിയിൽ അടിച്ചു തെളിക്കാത്ത സ്ഥലം, ചൂതുകളി സ്ഥലം, വനപ്രദേശം, കള്ളന്മാർ, മാതൃപിതൃ വിരോധികൾ, പ്രാകുന്നവരുടെ മുഖം, സന്ധ്യാവേളകളിൽ ഉറങ്ങുന്നവർ, രജോപതികളുടെ ശയ്യകൾ, മദ്യപൻ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലും സ്വതന്ത്രമായി വസിച്ചുകൊള്ളുവാൻ മഹാവിഷ്ണു ജ്യേഷ്ഠയെ അനുവദിച്ചയച്ചു. തുടർന്ന് ദിവ്യസുന്ദരികളാൽ ആദരിക്കപ്പെട്ടവളായ ലക്ഷ്മി ദേവി ഒരു പൊൻതാമരയ്ക്കുള്ളിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവി മഹാവിഷ്ണുവിന്റെ കഴുത്തിൽ വരണമാല്യം ചാർത്തി വിഷ്ണുവിന്റെ പത്നിയായി. ദേവകൾ പുഷ്പവൃഷ്ടി നടത്തി. പിന്നീട് പാൽക്കടലിൽ നിന്നും മദ്യം പൊന്തി വന്നതിനെ അസുരന്മാർ സ്വന്തമാക്കി. ഉടനെ അമൃതകലശം കയ്യിലേന്തിക്കൊണ്ട് ധനന്തിരിയായ മഹാവിഷ്ണു പാൽക്കടലിൽ നിന്ന് ഉയർന്നു വന്നു. ലക്ഷ്മി സ്വയംവരത്തിന്റെ ആഘോഷത്തിമർപ്പിൽ ദേവകൾ മുഴുകി നിൽക്കുന്നതിനിടയിൽ അസുരന്മാർ അമൃതകുംഭം കൈക്കലാക്കിക്കൊണ്ട് കടന്നു കളഞ്ഞു. തറമെഴുകി ശുദ്ധമാക്കി ദർഭ വിരിച്ച് അതിന് മധ്യത്തിലായി അമൃതകുംഭം വെച്ചിട്ട് അസുരന്മാർ കുളിച്ച് ശുദ്ധരായി വന്നു. ഇനി അമൃത് വിളമ്പണം. എല്ലാവരും അമൃത് പാനം ചെയ്യാൻ ആർത്തിയോടെ നിരനിന്നു. ആര് വിളമ്പും? നീ വിളമ്പ്, നീ വിളമ്പ് എന്ന് എല്ലാവരും പറഞ്ഞു ഒഴിഞ്ഞു മാറി. ദേവന്മാർ തങ്ങൾക്ക് പറ്റിയ അമളയോർത്ത് വിഷണരായി തീർന്നു. ഇനി എന്തു ചെയ്യണമെന്ന് എല്ലാവരും ചേർന്ന് കൂടി ആലോചിച്ചു. ദേവന്മാരോട് മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങളെല്ലാം ഇന്ദ്രപുരിയിൽ പോയിക്കൊള്ളുവിൻ. ഞാൻ പോയി അമൃതകുംഭം കടത്തിക്കൊണ്ടുവരാം. ദേവന്മാരെ പറഞ്ഞയച്ചിട്ട് മഹാവിഷ്ണു മോഹിനി രൂപം ധരിച്ച അസുരന്മാരുടെ താവളത്തിനടുത്ത് ചെന്ന് നിന്നു. അമൃത് വിളമ്പാൻ അന്യോന്യം മത്സരിച്ചു കൊണ്ടിരുന്ന അസുരന്മാർ മോഹിനി രൂപം പൂണ്ട കൃഷ്ണന്റെ സൗന്ദര്യം കണ്ട് കാമപീഡിതരായി. അവർ അവളുടെ അടുത്തെത്തി പരിചയപ്പെടാൻ ഒരുങ്ങി. ധന്വന്തരിയുടെ അനുജത്തിയായ താൻ പാലാഴിയിൽ പിറന്നതാണെന്നും അവിടെ ആരെയും കാണാത്തതിനാൽ ഇങ്ങോട്ട് പോന്നതാണെന്നും ഒരു പ്രിയനെ കണ്ടെത്താനാണ് വന്നതെന്നും മോഹിനി പറഞ്ഞു. മോഹിനിയുടെ ചുറ്റും നിന്നവരെ വിലക്കിക്കൊണ്ട് അമൃതകുംഭത്തിനടുത്ത് നിന്നവർ വിളിച്ചു പറഞ്ഞു, അകത്തേക്ക് വരൂ, മടിക്കേണ്ട. ഞങ്ങൾക്ക് അമൃതം വിളമ്പി തന്നിട്ട് അല്പം സ്വയം നുകരൂ. അതിനുശേഷം ഈ കൂട്ടത്തിൽ നിന്ന് നിനക്കിഷ്ടപ്പെട്ട പുരുഷനെ വരിച്ചുകൊള്ളൂ. അതിനു മറുപടിയായി തനിക്ക് അമൃതം വിളമ്പാൻ മടിയില്ലെന്നും എല്ലാവരും കൂടി നിൽക്കുന്നിടത്ത് വന്ന് എന്തെങ്കിലും ചെയ്യാൻ നാണമാകുന്നുവെന്നും അതിനാൽ എല്ലാവരും കണ്ണുകളടച്ചു നിന്നാൽ താൻ അമൃതം വിളമ്പിത്തരാമെന്നും മോഹിനി പറഞ്ഞു. അവസാനമായി കണ്ണിലെ കെട്ടഴിച്ച് തന്റെ പക്കൽ നിന്ന് അമൃതം വാങ്ങി ഭുജിക്കുന്നയാളെ താൻ ഭർത്താവായി സ്വീകരിക്കുമെന്ന് കൂടി കേട്ടപ്പോൾ കാമാർത്തരായ അസുരന്മാർ വളരെയേറെ സന്തോഷിച്ചു. അസുരന്മാരെല്ലാം കണ്ണു മൂടിക്കെട്ടി മോഹിനിക്ക് കടന്നു വരാൻ സ്ഥലമൊഴിച്ചിട്ട് കാത്തിരുന്നു. ആ തക്കത്തിന് മഹാവിഷ്ണു അമൃതകലശവും കൈക്കലാക്കിക്കൊണ്ട് ദേവഗണത്തിന്റെ അടുക്കലെത്തി.
അമൃത് മോഹിച്ച് കണ്ണും കെട്ടി കൈനീട്ടി നിന്ന കാമാന്തരായ അസുരന്മാർ ഇളഭ്യരായി. ചന്ദ്രസൂര്യന്മാരെ ഗോപുരവാതിക്കൽ കാവൽ നിർത്തിക്കൊണ്ട് ദേവകൾ അമൃത് ഭക്ഷിക്കാനൊരുങ്ങി. വിദുന്തുഭൻ എന്ന അസുരൻ ഒരു വൃദ്ധബ്രാഹ്മണനായി ദേവകളുടെ കൂട്ടത്തിൽ ചെന്ന് അമൃതിനായി കൈനീട്ടി. മോഹിനി നൽകിയ അമൃതം നുകരാൻ തുടങ്ങിയപ്പോൾ സൂര്യചന്ദ്രന്മാരെത്തി ഇയാൾ അസുരനാണെന്ന് കാണിച്ചു കൊടുത്തു. ഉടനെ മോഹിനി സുദർശന ചക്രം പ്രയോഗിച്ച് അവന്റെ കഴുത്തറത്തു. എന്നാൽ അമൃതം തൊണ്ടയിൽ വരെ എത്തിയതുകൊണ്ട് കണ്ടത്തിൽ പാമ്പിന്റെ ഉടൽ ചേർന്നു. കീഴ്ഭാഗം പ്രാണനറ്റു വീണു. ആ അസുരൻ ഇപ്പോഴും സൂര്യചന്ദ്രന്മാരുടെ നേർക്ക് ക്രോധത്തോടെ നോക്കുമ്പോൾ ഗ്രഹണങ്ങളാകുന്നു. ദേവന്മാർ അമൃതം ഭുജിച്ച് ജരാനരകളിൽ നിന്ന് മുക്തരായി. അമൃത് കിട്ടാത്തതിൽ കുപിതരായ അസുരന്മാർ ഇന്ദ്രപുരിയെ ആക്രമിച്ചു. കൂട്ടമായി എതിരിടുമ്പോൾ ഇരുപക്ഷക്കാരെയും തമ്മിൽ തിരിച്ചറിയാനാവാത്തത് കൊണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് യുദ്ധം ചെയ്തു. യുദ്ധം അതിഭയങ്കരമായി. അസുരന്മാർക്ക് പരാജയം ഉറപ്പായപ്പോൾ ദേവന്മാരെ പിന്തിരിപ്പിക്കാനായി ബ്രഹ്മാവ് നാരദനെ പറഞ്ഞു വിട്ടു. പരമാനന്ദ സ്വരൂപനായ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.